പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസ്കൻ സഭയ്ക്ക് മാത്രമല്ല ആഗോള ക്രൈസ്തവ സഭയ്ക്ക് മുഴുവൻ വിശേഷവിധിയായി കൈവന്നിരിക്കുന്ന ഒരു അനുഗ്രഹ വർഷമാണ് ഈ 2026. രണ്ടാം ക്രിസ്തു എന്ന് ലോകം ആവേശത്തോടെ വിളിച്ച വിശുദ്ധ ഫ്രാൻസിസ് അസീസി തൻ്റെ സ്വർഗീയ പിതാവിൻ്റെ പക്കലേക്ക് വലിയ ശ്രീലാളിതനായി നടന്നു കയറിയിട്ട് 8 നൂറ്റാണ്ടുകൾ പൂർത്തിയാവുകയാണ്. ഈ സുവർണ വർഷത്തെ ലോകത്തിനു മുഴുവൻ അനുഗ്രഹ വർഷമാക്കാൻ ലയോ 14 മാർപ്പാപ്പ 2026 ജൂബിലി വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ട വിശുദ്ധൻ ആര് എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, അത് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് തന്നെയായിരിക്കും. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവസാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞവനാണ് ഈ വലിയ വിശുദ്ധൻ. അസീസിയിലെ ഫ്രാൻസിസിന് ഇന്നത്തെ ഈ ലോകത്തിൽ എന്ത് പ്രസക്തിയാണുള്ളത്? ഈ ഫ്രാൻസിസിന് ഇന്നത്തെ ലോകത്തിന് നൽകാനുള്ള സന്ദേശം എന്താണ്? അല്പമായിട്ടൊന്ന് ചിന്തിക്കാം. ഈ പ്രപഞ്ചത്തെയും അതിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവം സൃഷ്ടിയുടെ അവസാനം പറഞ്ഞ ഒരു വാചകമുണ്ട്: എല്ലാം നന്നായിരിക്കുന്നു. മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം അവൻ പറഞ്ഞു, എല്ലാം വളരെ നന്നായിരിക്കുന്നു. ഇങ്ങനെ വളരെ നന്നായി കണ്ട് കരുതി സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികൾ താമസം വിന സൃഷ്ടാവിനെതിരായി തിരിയുന്നതും ഉള്ളിലെ ദീപത്തെ ഊതി അണച്ച് അന്ധകാരത്തിൽ ഉഴലുന്നതും നാം കാണുന്നുണ്ട്. പിതാവായ ദൈവത്തെ വിട്ട് പാപത്തിൻ്റെ പടുകുഴിയിൽ ആണ്ടുപോയ മനുഷ്യനെ രക്ഷിക്കാനായിട്ട് പ്രവാചകന്മാരെയും ന്യായാധിപന്മാരെയും പുരോഹിതന്മാരെയും രാജാക്കന്മാരെയും ഒക്കെ ലോകത്തിലേക്ക് അയക്കുകയാണവൻ. നഷ്ടപ്പെട്ടു പോയ അവരുടെ പർദീസ അവർക്ക് തിരികെ കൊടുക്കാൻ അവസാനത്തെ പ്രവാചകൻ എന്നോണം സ്നാപയോഹന്നാൻ വരുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ കാണുക, വഴിതെറ്റിയവർ വഴി മാറി നടക്കുക, വളഞ്ഞ വഴിയെ പോയവർ നേർവഴിയിലേക്ക് മടങ്ങി വരിക. കാലത്തിൻ്റെ പൂർണ്ണതയിൽ യേശു വരുന്നു. തളർന്നുപോയ ഇടയനില്ലാത്ത ആ ജനത്തിനൊപ്പം അവരുടെ കരം പിടിച്ച് കൂടെ നടക്കുകയാണവൻ. വിശുദ്ധരെയാണ് ദൈവത്തിന് ഇഷ്ടമെന്നും പാപികളെ ദൈവം ശിക്ഷിക്കുമെന്നും ദാരിദ്ര്യവും പട്ടിണിയും മരണവുമൊക്കെ പാപത്തിൻ്റെ ശിക്ഷയും പരിണിത ഫലവുമാണെന്നും പല പ്രവാചകന്മാരും ഇസ്രായേൽ ജനത്തെ പറഞ്ഞ് പഠിപ്പിച്ചെങ്കിൽ നിങ്ങളുടെ കണ്ണുനീർ തുള്ളികൾ ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാതെ ഞാൻ കുപ്പികളിലാക്കി ശേഖരിച്ചു വച്ചിരിക്കുകയാണ്. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. നഷ്ടപ്പെട്ടു പോയ അവസാനത്തെ ആടിനെയും തിരിച്ച് ആലയിലാക്കുവോളം എനിക്ക് വിശ്രമമില്ല എന്ന് പറഞ്ഞ് പാപികളെയും രോഗികളെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്തിയിരുന്നവരെയും അന്വേഷിച്ചിറങ്ങി ഈശോ. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് എന്തു പറയണം, എന്തു ചെയ്യണം, ഏതു വഴിയെ നടക്കണമെന്ന് അവൻ ഇസ്രായേൽ ജനത്തെ പഠിപ്പിച്ചു. അവനും കടന്നുപോയി. വീണ്ടും പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴുന്ന മനുഷ്യരെയാണ് നാം കാണുക. കാലാകാലങ്ങളിൽ ഓരോരോ പ്രവാചകന്മാരെ ദൈവം ലോകത്തിലേക്ക് അയക്കുന്നുണ്ട്. മഹാത്മാഗാന്ധിയെ ലോകത്തിലേക്ക് അയക്കുന്ന ദൈവം, മാർട്ടിൻ ലൂഥറിനെ ലോകത്തിലേക്ക് അയക്കുന്ന ദൈവം, മദർ തെരേസയെ ലോകത്തിലേക്ക് അയക്കുന്ന ദൈവം ഇന്നും അവൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി പ്രവാചകന്മാരെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. 13-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സഭയുടെ ഇരുണ്ട യുഗം തന്നെയാണ്. എല്ലാ തരത്തിലുള്ള മൂല്യച്യുതിയിൽ മുങ്ങിപ്പോയ ഒരു ജനം, തിന്നാനും കുടിക്കാനും മദിക്കാനും വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യർ, തിന്നാലും ആർത്തി തീരാത്ത മനുഷ്യർ, കുടിച്ചാലും തൃപ്തി വരാത്ത മനുഷ്യർ, ഒരു കയ്യിൽ മദ്യക്കുപ്പിയും മറ്റേ കയ്യിൽ പെണ്ണുമായി നൃത്തം ചവിട്ടുന്നവർ,
ഈ ഇരുണ്ട യുഗത്തിൽ ആരും ആരെയും അനുസരിക്കാതെ സുഖാസ്വാദനത്തിനു വേണ്ടി മാത്രം തിമിർത്തു നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിന് കടകവിരുദ്ധമായി ചിന്തിച്ച ഒരു മനുഷ്യനുണ്ട്, അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. അദ്ദേഹത്തെക്കുറിച്ച് കസൻസാക്കീസ് പറയുന്നത് എങ്ങനെയാണ്? തീഷ്ണത കൊണ്ട് തീ പിടിച്ച ഒരു മനുഷ്യൻ. നടക്കണോ ഏറ്റവും ദുർഗമമായ വഴി തന്നെയാവട്ടെ, കയറ്റം കയറണോ മല തന്നെയാണ് നല്ലത്, കുഴി ഇറങ്ങണോ പാതാളമാണ് സ്വീകാര്യം, ചൂടാണെങ്കിൽ തീയുടെ ചൂട് തന്നെ, തണുപ്പാണെങ്കിൽ മഞ്ഞുകട്ടയിൽ കുറഞ്ഞ ഒന്നും പോരാ, വേഷഭൂഷാദികളിൽ മിതത്വം പാലിക്കണമോ എങ്കിൽ നഗ്നത തന്നെയാകട്ടെ, എല്ലാം ഉപേക്ഷിക്കണമോ ഉടുതുണി വരെ ഊരിയെറിയാൻ തയ്യാർ. ഗോയിങ് ടു ദ എക്സ്ട്രീംസ്. ഇതാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെക്കുറിച്ച് കസൻസാക്കീസ് എഴുതി വച്ചിരിക്കുന്നത്. ആ മനുഷ്യൻ സഭയെയോ ഭരണാധികാരികളെയോ ആരെയും വിധിച്ചില്ല, ആത്മവിമർശനം നടത്തി. എനിക്ക് വിശുദ്ധ ഗ്രന്ഥം ജീവിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചു അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ്. സുഖലോലുപതയുടെ പുറകെ മത്സരിച്ചോടിയ ഒരു ജനത്തിന് ചിന്തോദ്ദീപകമാണ് വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതം. ദാരിദ്ര്യമേ, വിശുദ്ധ ദാരിദ്ര്യമേ, നീയാണ് ഞങ്ങളുടെ വധു, ഞങ്ങളുടെ സമ്പത്ത്. നീ ഒരിക്കലും ഞങ്ങളെ വിട്ടുപിരിയാതെ എപ്പോഴും വിശന്നും ദാഹിച്ചും തണുത്തും കുളിർന്നും കഴിയാൻ, ഒരിക്കലും തലചായ്ക്കാൻ ഒരു ഇടമില്ലാതിരിക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിച്ചാലും. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പ്രാർത്ഥനയാണത്. നമ്മുടെയൊക്കെ ചിന്തയ്ക്ക് കടക വിരുദ്ധമായ ഒരു ചിന്ത. ആരാണ് ധനികൻ? ഫ്രാൻസിസ് പറയുന്നു, ധനമോഹമില്ലാത്തവൻ ആരോ അവനാണ് ധനികൻ. ധനികനായിട്ടും പിന്നെയും പിന്നെയും ധനത്തിൻ്റെ പിറകെ ഓടുന്നവനാരോ അവനാണ് ദരിദ്രൻ. പെട്ടിയിൽ പ്രത്യാശയുടെ ഒരു നാണയത്തൊട്ട് പോലും ഇല്ലാത്തവൻ വിശുദ്ധ ദാരിദ്ര്യത്തിൻ്റെ കോടീശ്വരൻ. അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ വാക്കുകളാണിത്. നാം എവിടെ നിൽക്കുന്നു എന്ന് ഒരു ആത്മപരിശോധന നടത്തുന്നത് ഉചിതമായിരിക്കും. എത്ര കിട്ടിയാലും പോരാ പോരാ എന്ന് പറയുന്ന സുഖലോലുപതയാണ് യഥാർത്ഥ സന്തോഷമെന്ന് കരുതുന്ന ഒരു ലോകത്തിലാണ് നിങ്ങളും ഞാനും ഇന്ന് ജീവിക്കുക. ഫ്രാൻസിസിന് സ്വർഗത്തെക്കുറിച്ച് ഒരു സുന്ദര സ്വപ്നമുണ്ടായിരുന്നു. പച്ചപ്പുൽമേട്ടിൽ സുന്ദരമായ ഒരു കൊച്ചു ഗ്രാമം, ഗ്രാമമധ്യത്തിൽ ദരിദ്രമായ ഒരു ഒറ്റപ്പെട്ട കുടിൽ, മുറ്റത്ത് ഒരു കിണർ, കിണറ്റുകരയിൽ മനുഷ്യാത്മാവ് കന്യകാമറിയത്തെ പോലെ ഇരുന്ന് ദൈവത്തെ പാലൂട്ടുന്നു. എത്ര മനോഹരമായ ചിന്തയാണ് ഫ്രാൻസിസ് അസീസി നമ്മുടെ മുമ്പിൽ വയ്ക്കുക. ലോകരാഷ്ട്രങ്ങൾ പരിസ്ഥിതിയുടെ മധ്യസ്ഥനായിട്ട് വിശുദ്ധ ഫ്രാൻസിസിനെ തന്നെയാണ് തിരഞ്ഞെടുത്തത്. ദൈവം സൃഷ്ടിച്ച സുന്ദരമായ ഈ പ്രപഞ്ചത്തെ മലിനമാകാതെ അതിൻ്റെ തനിമയിൽ നിലനിർത്തുക, ഇതാണ് പച്ചപ്പുൽമേട്. ഗ്രാമമധ്യത്തിൽ ദരിദ്രമായ ഒരു ഒറ്റപ്പെട്ട കുടിൽ. എന്താണ്? ജനസാമാന്യത്തിൻ്റെ ഇടയിൽ അവരിൽ ഒരാളാവാനല്ല, ദൈവത്തെ മാത്രം സമ്പത്തായി കണ്ടിട്ട് ഏകാന്തതയെ പ്രണയിക്കുന്ന മനുഷ്യൻ. ആ കുടിലിൻ്റെ മുറ്റത്ത് ജീവജലം നിറഞ്ഞു കിടക്കുന്ന ഒരു കിണർ. ഈ കിണറ്റുകരയിൽ ഒരമ്മ തൻ്റെ പ്രിയമകനെ മാറോട് ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ പാലൂട്ടുന്നത് പോലെ ദൈവത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആനന്ദ നിർവൃതിയിൽ മുഴുകുന്നവൻ യഥാർത്ഥ മനുഷ്യൻ. ഈശ്വര ചിന്തയിതൊന്നേ മനുഷ്യന് ശാശ്വതമീ ഉലകിൽ. നമുക്ക് ഈ സത്യം മറക്കാതിരിക്കാം. സ്വർഗസ്ഥനായ പിതാവ് നഷ്ടപ്പെട്ടു പോയ തങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഒരിക്കൽ കൂടി ചേർത്ത് പിടിക്കുവാൻ തിരഞ്ഞെടുത്ത് നിയോഗിച്ചത് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ. ഈ അസീസി ലോകത്തിന് മുഴുവനും വെളിച്ചമായി, ഉദാത്തമായ മാതൃകയായി. അവൻ തരുന്ന കൽപ്പനകൾ വ്യാഖ്യാനിക്കാതെ, അവഗണിക്കാതെ, ലളിതമായി വായിച്ചു മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും സർവശക്തനായ ദൈവം തന്നെ നമുക്ക് കൃപ തരട്ടെ. 21-ാം നൂറ്റാണ്ടിന് ദൈവത്തിന് പ്രവാചകന്മാരെ വേണം.
അബ്രാഹം മുതൽ യേശു വരെ കടന്നുപോയി. രണ്ടാമത്തെ ക്രിസ്തു ഫ്രാൻസിസ് അസീസിയും കടന്നുപോയി. ഇന്നിൻ്റെ പ്രവാചകന്മാരാരാ? നിങ്ങളും ഞാനും. ഇന്നത്തെ ലോകം 13-ാം നൂറ്റാണ്ടിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല. ഇരുട്ടിലേക്കും പാപത്തിലേക്കും സുഖലോലുപതയിലേക്കും ദൈവനിരാസത്തിലേക്കും കൂപ്പുകുത്തുന്ന ഈ ലോകത്തിൽ പ്രകാശത്തിൻ്റെ പ്രവാചകന്മാരാകാൻ നമുക്ക്. പച്ചപ്പുൽമേട്ടിലെ ഒറ്റപ്പെട്ട കുടിലുകളാകാൻ നമുക്ക്. ഈശ്വര ചിന്ത ഇതൊന്നേ മനുജനു ശാശ്വതമീ ഉലകിൽ.